ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ തമ്മിൽ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് 26 ഫെബ്രുവരിയാണ്. അപ്പോൾ 29 ഫെബ്രുവരിയാണ് ഞങ്ങൾ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി വരുന്നത്. 4th എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കുട്ടി സർപ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുത്താലോ. അപ്പോൾ 29ന് പുറത്ത് പോവാം, അങ്ങനെ ചെയ്യാമെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാവും എന്തോ സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ സർപ്രൈസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല. പോയി നോക്കാം. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണാമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിഷസ് കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് കഴിഞ്ഞ് പോന്നോട്ടെ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മിക്കതും ആ ഡേറ്റ് നമ്മൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. കാരണം എന്താ, 4 കൊല്ലം കൂടുമ്പോഴാണല്ലോ 29th വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം 28ാം തീയതിയാണ് സെലിബ്രേഷൻ എന്ന് പറയാൻ കഴിഞ്ഞ കൊല്ലം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നിട്ടില്ല. ഇതേമാതിരി ഞാൻ കേക്ക് വാങ്ങി ഇതേമാതിരി റൂമിലൊക്കെ സെറ്റ് ചെയ്ത് ഇതേമാതിരി അന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും. ഓൾറെഡി ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും ഷോർട്സ് ആക്കിയിട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം അതായിരുന്നു കഴിഞ്ഞ കൊല്ലം. അപ്പം ഇക്കൊല്ലം അതിൻ്റെ കാര്യം ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവമുള്ള കാര്യം രണ്ടാക്കും വലിയ ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നമ്മളാണ് 29th ഉള്ളത് തന്നെ എനിക്ക് ഓർമ്മയായത്. ഞാനിതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യാൻ നിന്നിരുന്നു. അപ്പോഴാണ് എനിക്ക് 29th ഉള്ള കാര്യം ഓർമ്മ തന്നെ വന്നത്. അപ്പോൾ പിന്നെന്താണ്, ഓൾറെഡി ഞാൻ തന്നെ 26ന് സർപ്രൈസ് കൊടുക്കാമെന്നുള്ള പ്ലാനിങ് ആണ്. ഷാൻക്കാങ്ങനെ ഷോപ്പിലുള്ള ടൈമിൽ ഞാൻ പറഞ്ഞു, നമുക്ക് പുറത്ത് പോകാം, കുറേ ദിവസമായാലും പുറത്തൊക്കെ പോയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കുക, എനിക്ക് മന്തി കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടതാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മന്തി മാത്രം പോരാ, പിന്നെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പം നമുക്ക് തിരിച്ചു വരുമ്പോൾ കേക്ക് ബോക്സിലും കയറാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് അപ്പോഴൊന്നും ഇതിൻ്റെ കാര്യം ഒറ്റക്ക് ഓർമ്മയില്ല, ഷാൻക്കാക്ക് ഓർമ്മയില്ല. അങ്ങനെ മന്തി കഴിക്കാമെന്ന് പറഞ്ഞാണ്ട് അറേബ്യൻ മജ്ലിസിലാണ് പോയത്. അറേബ്യൻ മജ്ലിസിന് ഒരു അഫ്ഗാനി ഗ്രിൽഡും പിന്നെ അതേമാതിരി പെരി ഭയങ്കര എരിവായിരുന്നു. പെരി പിന്നെ നമ്മൾ ടേക്ക് അവേ എടുത്തു. അഫ്ഗാനി രണ്ടാളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. അതൊക്കെയായിരുന്നു ഫുഡിൻ്റെ കാര്യം. ഫുഡ് പിന്നെ അറേബ്യൻ മജ്ലിസിലത്തെ ഫുഡിൻ്റെ കാര്യം കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭയങ്കര ഫേമായിട്ടുള്ളൊരു ഫുഡാണ്, അടിപൊളി ടേസ്റ്റുമാണ് ഫുഡിന്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ പോയത് കേക്ക് ബോക്സിലേക്കാണ്. അപ്പോൾ ഇനിയുള്ളതൊക്കെ ബാക്കി ഓൺ വോയിസിൽ തന്നെ നിങ്ങൾ കണ്ടോളി. പിന്നെയും ചെറിയൊരു പ്രശ്നം സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി കേക്ക് ബോക്സിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു പേസ്ട്രി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് റൈറ്റിംഗ് ഒക്കെ ചെയ്യണം, സർപ്രൈസ് കൊടുക്കാനാണ്. അപ്പോൾ ഞങ്ങളവിടെ കയറിയപ്പം ഒരു വിചാരിച്ചു ഞങ്ങൾ വേറെ ആർക്കോ സർപ്രൈസ് കൊടുക്കാനാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചോദിച്ചു എന്താ റൈറ്റിങ്സ് ചെയ്തേണ്ടത്. അതോടെ ഷാനിൽക്കാക്ക് എന്തോ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഓൻ കൊളായിക്കതാ. അറിയില്ല. ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. എന്താ പറയണ്ടേ, എനിക്ക് എന്നോട് ക്യാമറ ഓണാക്കാൻ പറയുമേ. പ്ലാനൊക്കെ ചെയ്ത് ഇല്ല മുഞ്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്താന്ന് ഓർമ്മയില്ലല്ലോ, അത് മതി. എൻഗേജ്മെന്റ് ഫെബ്രുവരി 26 എനിക്കറിയില്ല. ഗാലറി ഫോൺ തരില്ലല്ലോ നോക്കാൻ. വേറെ സംഭവം ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. നിങ്ങളെ സ്വഭാവം
അങ്ങനെയൊക്കെ ഉള്ളത് കേജിക്കലും മുത്തക്കലൊക്കെ ഉള്ളത്. ഫെബ്രുവരി 26. ഒന്ന് ഗസ് ചെയ്ത് നോക്കി. എന്താ കല്യാണം കഴിഞ്ഞ സെപ്റ്റംബർ അത് ഓർമ്മയുണ്ടല്ലോ. വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ഓഗസ്റ്റ് 28, 25. അതല്ല, ഞാൻ ഗൾഫിൽ പോയത് ഡിസംബർ ഫസ്റ്റ് വീക്ക് അല്ല, നവംബർ ലാസ്റ്റ് വീക്ക്. ഡിസംബർ 1 ജോയിൻ ചെയ്ത്. പിന്നെയുള്ളത് പിന്നെ പരിപാടി സംസാരം കഴിഞ്ഞ് പിന്നെ എൻഗേജ്മെന്റ് തന്നെ പറഞ്ഞു. അതല്ലേ പക്ഷെ നിങ്ങൾ എൻഗേജ്മെന്റ് എന്നാ? ഫെബ്രുവരി എന്നാ ഡേറ്റ് എന്നാ? അതോർക്കണം. ഞാനൊന്നും മരുന്നില്ല. ഓർമ്മ ഉണ്ടോ? അത് ഓർമ്മ ഉണ്ട്. ഓർത്ത് അതുണ്ടാക്കിയ ആ ഒരു ദിവസം ഞാൻ ആലോചിക്കുന്നില്ല. ഹാപ്പി എൻഗേജ്മെന്റ് ആനിവേഴ്സറി. താങ്ക് യു. ഇഷ്ടല്ല, സോറി. സർപ്രൈസ് ആക്കണം ഒറ്റയ്ക്ക്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നുണ്ടായത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അപ്പം സർപ്രൈസും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പൊളിഞ്ഞെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഓർമ്മയില്ലാത്തതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നല്ലോ. ഇങ്ങനെ ഏകദേശം ഓർമ്മയൊക്കെ വെച്ചെങ്ങാണ്ട് സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് ഡേറ്റ് ഓർമ്മയില്ലല്ലോ, കാരണം 29 അങ്ങനെ അങ്ങോട്ട് ക്യാച്ച് ആവില്ലല്ലോ പെട്ടെന്ന്. പിന്നെ ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഓരോ വക ഒരു കോഫിയും കിട്ടി, നല്ലൊരു ക്യാപ്പച്ചീനോ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ട്. മിക്ക ടൈമിൽ അവിടെ പോയിട്ട് എന്തൊരു ക്യാപ്പച്ചീനോ ഓർഡർ ചെയ്യലുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു സിപ്പ് ചെയ്യലുള്ളൂ. ഇപ്രാവശ്യം ഞാനത് ഫുള്ളായിട്ട് ടേസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷാനിക്കാക്ക് ഫോണൊക്കെ എടുത്തുകൊണ്ട് പഴയ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ കണ്ട്, പഴയ ഫോട്ടോസ് കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ ഒരു രസമല്ലേ. എന്താ പറയാനുള്ളത്? ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ വിശ്വസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കാം. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. സോ ബൈ.